ചലച്ചിത്ര താരം ശ്രീമതി ഗായത്രി വർഷ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഗായത്രി, ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ താരസംഘടന നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ അല്ലെങ്കിൽ സിദ്ദിഖ് ആ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ എന്നുള്ള ആ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണമാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അത്രയും മികച്ച ഒരു താരമാണ് സിദ്ദിഖ് എന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണം അന്ന് നടത്തിയെങ്കിൽ പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ രാജിക്കത്ത് അയക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. വിഷയം കൂടുതൽ ഗൗരവമാവുകയല്ലേ, സങ്കീർണമാവുകയല്ലേ? അമ്മയുടെ ഇടപെടൽ ഈ വിധം ഇനിയും കൂടുതൽ രീതിയിലേക്ക് വരാൻ പോവുകയല്ലേ? തീർച്ചയായിട്ടും ഞാൻ അന്ന് പറഞ്ഞത് വളരെ അർത്ഥവ്യാപ്തിയിലാണ് പറഞ്ഞത്. അദ്ദേഹം റിയൽ ക്യാമറകളുടെ മുമ്പിൽ അഭിനയിക്കുന്നു എന്നുള്ളത്. അത് ഒരുപക്ഷെ അപ്പോൾ ഞാൻ പറയുമ്പം അത് വ്യക്തിപരമായി അദ്ദേഹത്തിലേക്കായിരിക്കും ആദ്യത്തെ ഒരു പരാതി ഉണ്ടാവുക എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അമ്മയ്ക്ക് അകത്തുള്ള പല മെമ്പേഴ്സും ഒരുപക്ഷെ ഇതിനേക്കാൾ ഗൗരവമേറിയ പ്രശ്നങ്ങളുടെ പ്രതികളായിരിക്കും എന്നുള്ളൊരു ഉറച്ച ധാരണയിൽ, എനിക്ക് വിശ്വാസം എന്നല്ല അതിന്റെ പറയുക, ചിലപ്പോൾ മലയാള ഭാഷ പരിമിതമായി പോകും, തോന്നലിൽ നിന്ന് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരിക്കലും അങ്ങനെ വന്നു എന്നിട്ട് പറയാൻ പറ്റില്ല. മനസ്സിനെ വല്ലാതെ മൂടി വെച്ചിട്ട് വലിയ അഭിനയത്തിന്റെ ഒരു ഇടത്ത് മാത്രമാണ് അങ്ങനെ പ്രതികരിക്കാൻ പറ്റുക എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചത്. എന്തായാലും ഇന്ന് രാവിലെ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ വാർത്ത, അനിവാര്യമായ ഒരു രാജിയുടെ വാർത്ത, വളരെ സമാധാനം തരുന്നു. കാരണം കേരളം ഇന്നലെ ഉറങ്ങിയത് കണ്ണീരിലാണ് ഉറങ്ങിയത്. ആ കുട്ടിയുടെ ഇന്നലത്തെ ഒരു വിശദീകരണം, കരഞ്ഞല്ലാതെ ഉറങ്ങിയ ഒരു മനുഷ്യൻ ഇന്നലെ രാത്രി കേരളത്തിൽ മലയാളി ഉറങ്ങിയിട്ടില്ല. ഒരു പെൺകുട്ടിയാണ്, അല്ലെ, നമ്മുടെ കൂടെയുള്ള ഒരു കുട്ടിയാണ്, സഹോദരിയാണ്. ഇതാണോ നമ്മൾ എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് ഉറങ്ങിയ രാത്രിക്ക് നേരം വെളുക്കുമ്പോൾ ഈ രാജി ഒരു സമാധാനത്തിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഇടത്തേക്ക് ഇത് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ശരി, നന്ദി ശ്രീമതി ഗായത്രി വർഷ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സിദ്ദിഖിന്റെ 2 വരിയിൽ ഒതുങ്ങുന്ന രാജിക്കത്ത് ഇങ്ങനെയാണ്: എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഞാൻ സ്വമേധ്യ രാജിവെക്കുന്നതായി താങ്കളെ അറിയിച്ചു കൊള്ളട്ടെ. വിശ്വസ്തയോടെ സിദ്ദിഖ്. അമ്മയുടെ പ്രസിഡന്റ് കൂടിയായ നടൻ മോഹൻലാലിന് അയച്ചിരിക്കുന്ന കത്തിതാണ്. ധാർമ്മികത മുൻനിർത്തിയാണ് രാജിയെന്ന് മാധ്യമങ്ങളോട് നേരത്തെ പ്രതികരിക്കുന്ന ഒരു സന്ദർഭവും ഉണ്ടായി.